എല്ലാവർക്കും ടേസ്റ്റി ക്വീൻസിന്റെ ഓണാശംസകൾ. ഇന്ന് ഓണത്തിന്റെ സ്പെഷ്യലായ നല്ലൊരു പഴപ്രഥമനാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഈസി ആയിട്ടും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ പഴപ്രഥമൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഉരുളിയിൽ തന്നെ നമുക്ക് പായസം വെക്കാം. ഉരുളി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ് ഒന്ന് ഉരുകി വരുന്ന സമയത്ത് നമ്മൾ പായസം ആയതിനു ശേഷം ഇതിലേക്ക് ചേർക്കുന്ന തേങ്ങാക്കൊത്തും കാഷ്നട്ടും ഇപ്പോൾ നമുക്കിതിലൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ പഴപ്രഥമനാകുമ്പോൾ നമുക്കതിൽ കാര്യമായിട്ട് കടിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് കൂടുതൽ തേങ്ങാക്കൊത്തും കാഷ്യൂ ഒക്കെ ഫ്രൈ ചെയ്തിട്ട് അതിൽ ചേർക്കുമ്പോൾ നമ്മൾ പായസം കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. കാഷ്യൂം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. നല്ല ടേസ്റ്റുള്ളൊരു പായസമാണ് കേട്ടോ. അതിൽ റൈസൻസ് ഇഷ്ടമുള്ളവർക്ക് അതും ഫ്രൈ ചെയ്ത് ചേർക്കാം. ഇനി ഇതേ നെയ്യിൽ തന്നെയാണ് 500 ഗ്രാം പഴം വേവിച്ച് മിക്സിയിൽ അടിച്ചെടുത്തതാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഈ നെയ്യിൽ ഈ പഴം കൂടി നല്ലപോലെ ഇളക്കി ഒരു 10 മിനിറ്റ് നേരം നമുക്കിത് ഇളക്കി കൊടുത്ത് നന്നായിട്ട് വരട്ടിയെടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു പ്രഥമനാണിത്. അതുപോലെ ഇപ്പോൾ പഴത്തിൻ്റെ പീസൊക്കെ കടിക്കണം എന്നുണ്ടെങ്കിൽ ഇത് മിക്സിയിൽ അടിക്കാതെ പഴം ഒന്ന് തവി കൊണ്ട് ഉടച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കാം. ഇതിലേക്ക് ഒരു 300 ഗ്രാം ശർക്കരയും 2 നാളികേരമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഈ ശർക്കര നമുക്കൊന്ന് പാനിയാക്കിയിട്ട് എടുക്കാം. അതുപോലെ 1 കപ്പ് 1/4 പാല്, 2 കപ്പ് 2/2 പാലുമാണ് എടുത്തിരിക്കുന്നത്. പഴപ്രഥമനിലേക്ക് 3/4 പാല് ആവശ്യമില്ല. ഇപ്പോൾ പഴമൊക്കെ നന്നായി വരണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ശർക്കര പാനി കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി വരട്ടിയെടുക്കണം. അപ്പോൾ ഈ ഉരുളിയുടെ ഓരോ സൈഡിലും ഇത് പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഭാഗവും നന്നായി ഇളക്കി നമുക്കിത് വരട്ടിയെടുക്കാം. ഒരു 5 മിനിറ്റ് നേരം കുറച്ച് ശർക്കര പാനി ഒഴിച്ചു കൊടുത്ത് ഇളക്കി നമുക്കിത് വരട്ടിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഓണക്കാലത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ പഴം കിട്ടുന്ന ഒരു സമയം. അപ്പോൾ പഴത്തിൻ്റെ സീസൺ ടൈമിൽ നമ്മൾ പഴപ്രഥമനൊക്കെ ഉണ്ടാക്കണം. പഴപ്രഥമൻ ഉണ്ടാക്കുമ്പോൾ ഒന്നാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നല്ല പഴുത്ത പഴം തന്നെ നോക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. നല്ല പഴുത്ത പഴം ആയിരിക്കുമ്പോഴാണ് ആ പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ പഴവും ശർക്കരയും കൂടിയിട്ട് നന്നായി വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2/2 പാല് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി നമ്മളിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇപ്പോൾ പഴത്തിൻ്റെ പീസ് കടിക്കണം എന്നുള്ളവർക്ക് തവി കൊണ്ടൊന്ന് ഉടച്ചിട്ട് ഇങ്ങനെ പായസം ഉണ്ടാക്കിയാലും മതി. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ കാഷ്നട്ടും അതുപോലെ തേങ്ങാക്കൊത്തൊക്കെ ചേർത്തിട്ട് പായസത്തിൽ ഇടുമ്പോഴും നമുക്ക് പായസം കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഓണത്തിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പഴം കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ മസ്കത്തിലൊന്നും എപ്പോഴും നമുക്ക് നല്ല പഴം കിട്ടാറില്ല. എന്നാൽ ഇപ്പം നല്ല പഴുത്ത പഴം തന്നെ കിട്ടിയിട്ടുണ്ട്. പഴത്തിന് നല്ല മധുരമുള്ള പഴമാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് പഴത്തിൻ്റെ മധുരം കൂടി നോക്കിയിട്ട് വേണം ശർക്കര ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ചിലവർക്ക് ഒരുപാട് മധുരമുള്ള പായസവും ഇഷ്ടം, എന്നാൽ ചിലവർക്ക് അധികം മധുരം ഇല്ലാത്ത പായസവും. അപ്പോൾ അതിനനുസരിച്ച് പഴത്തിൻ്റെ മധുരം കൂടി നോക്കിയിട്ട് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാ ഭാഗവും നല്ലപോലെ ഇളക്കി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളപ്പിക്കുന്നവരെ നമ്മൾക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഇതിൽ ശർക്കരയല്ലേ ചേർത്തിക്കുന്നത്. അപ്പോൾ ആ ശർക്കരയുടെ കുത്തലൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര ചേർക്കുന്നത്. ഞാൻ ഈ പഴം വരട്ടി എടുക്കുമ്പോൾ അതുപോലെ ശർക്കര ചേർത്ത് വരട്ടി എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഓരോ ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വരണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 പാല് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്യണം. ഇപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലൊക്കെയാണ് നമ്മൾ പായസം വയ്ക്കണമെങ്കിൽ സിമ്മിലിട്ടാലും കുഴപ്പമില്ല. അതേസമയം ഉരുളിയിലാണെങ്കിൽ തീ ഓഫ് ചെയ്തിരിക്കണം. കാരണം ഉരുളിയുടെ ചൂട് തന്നെ ഈ 1/4 പാല് ചൂടായി വരാനുള്ള ചൂട് നല്ലപോലെ ഉണ്ടായിരിക്കും. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇപ്പോൾ ആവശ്യത്തിനുള്ള ലൂസായിട്ടുണ്ട്. കൂടുതൽ ലൂസാണെന്ന് തോന്നുകയാണെങ്കിലും ഇതൊന്ന് ചൂടാറി വരുന്ന സമയത്ത് കറക്റ്റ് പാകത്തിനായി വരും. ഇപ്പോൾ പാകത്തിനുള്ള ലൂസിലാണ് നമുക്ക് ഈ പായസം കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 സ്പൂണ് ഏലക്കായ്പ്പൊടി, 1/2 സ്പൂണ് ചുക്കുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കൂടുതലാവാതെ നോക്കണം, അപ്പോഴേ നമ്മുടെ പഴത്തിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുള്ളൂ. ഇപ്പോൾ ചക്കപ്രഥമൻ ഉണ്ടാക്കണം എന്നുള്ളവർക്കാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നോക്കാം.
ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു പിഞ്ച് ഉപ്പാണ്. ഏത് ശർക്കര പായസത്തിലും നമ്മൾ ചേർക്കുന്നതാണ് ഒരു പിഞ്ച് ഉപ്പ്. അപ്പോൾ ആ പായസത്തിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും കാഷ്നട്ടും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയ നല്ല ടേസ്റ്റുള്ളൊരു പായസം റെഡി ആയിട്ടുണ്ട്. ഈ ഓണക്കാലത്ത് എല്ലാവരും പഴപ്രഥമൻ ഉണ്ടാക്കാൻ നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു പായസമാണ്. അപ്പം നമ്മുടെ പഴപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ.